എന്നാൽ രാജസൂയത്തെക്കാളും ശ്രേഷ്ഠമായ വൈഷ്ണവയാഗം എന്നൊരു യജ്ഞമുണ്ട്. അത് ദുര്യോധനന് നടത്താവുന്നതാണ്. അതിനായി ഭൂമിയിലെ സർവ്വ രാജാക്കന്മാരെയും യുദ്ധത്തിൽ വിജയിച്ചു ധനം സ്വരൂപിക്കുകയും ഭൂമണ്ഡലത്തിലെ സർവർക്കും മേലെ അധികാരം ഉറപ്പിക്കുകയും വേണ്ടതാണ്. അതിനാൽ തന്നെ വലിയൊരു ദിഗ്വിജയം ദുര്യോധനൻ നടത്തേണ്ടതുണ്ട്. അതിശക്തനായ ഒരു രാജാതിരാജന് മാത്രമേ വൈഷ്ണവയാഗം ഇത്തരത്തിൽ ചെയ്യുവാൻ സാധിക്കൂ. അങ്ങനെ ചിന്താമഗ്നനായിരിക്കുന്ന വേളയിൽ ദുര്യോധനനെ സഹായിക്കാനായി കർണൻ മുന്നോട്ട് വന്നു. താൻ ദുര്യോധനന് വേണ്ടി ഭൂമിയിലുള്ള സർവ്വ രാജാക്കന്മാരെയും കീഴടക്കാമെന്ന് കർണൻ ഉറപ്പുകൊടുത്തു. കർണന്റെ വീര്യത്തിൽ വിശ്വാസമുള്ള ദുര്യോധനൻ അതിനു അനുമതി നൽകി. തുടർന്ന് കർണൻ പടകൂട്ടി ദിഗ്വിജയത്തിന് തയ്യാറെടുത്തു. വില്ലാളി വീരനായ കർണൻ ആദ്യമായി പടയോടുകൂടി പാണ്ഡവ ബന്ധുവായ ദ്രുപദ രാജാവിൻ്റെ പുരം വളഞ്ഞു. വീരനായ